പാഠം 1099 മല പോലെ വന്നത്. ചായ ഇതുവരെ കിട്ടിയില്ല. ഇപ്പെടുത്തരാം. സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. കുറച്ച് കഴിയുമ്പോ ഒരാള് മോഹനേട്ടനെ കാണാനായിട്ട് വരും. ദമയന്തി. ഭാര്യയോ? അവരൊക്കെ മരിച്ചു പോയില്ലേ? തറ കോമഡി രാവിലെ തന്നെ ഇറക്കല്ലേ. വിദ്യാലക്ഷ്മിയുടെ ഒരു ബന്ധു ദമയന്തി. ഇൻഷുറൻസ് കമ്പനിയിലെ ജോലി. എന്നെ കാണുമ്പോഴെല്ലാം പറയും ഞാനും മോഹനേട്ടൻ ഇൻഷുറൻസ് എടുക്കണമെന്ന്. മോഹനേട്ടന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുള്ളതാണ്. ഇന്നലെ വക്കീൽ ഓഫീസിൽ വെച്ച് ദമയന്തി എന്നോട് പറഞ്ഞു ഇനി എന്തായാലും ഒഴിയാൻ പറ്റില്ല, ഇൻഷുറൻസ് എടുത്തേ പറ്റൂന്ന്. ഞാൻ പറഞ്ഞു മോഹനേട്ടന്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയാന്ന്. ഉടനെ ദമയന്തി പറഞ്ഞു സത്യഭാമയായിട്ട് ചോദിക്കണ്ട, ഞാൻ നേരിട്ട് ഒന്ന് ചോദിച്ചോളാന്ന്. മോഹനേട്ടനെ കാണാനായിട്ട് ദമയന്തി വരും. വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, വരുന്നത് പോലെ തിരിച്ചങ്ങ് പോകാനും പറഞ്ഞോളാം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം എന്നത് ദമയന്തി അറിയും. ഏതെങ്കിലും ഒരു ചെറിയ പോളിസി എടുത്താൽ മതി. ഇമാതിരി തട്ടിപ്പുകൾക്കായി ചെലവാക്കാൻ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ദമയന്തി വരുമ്പോ നീ തന്നെ പറഞ്ഞു വിട്ടാൽ നല്ലത്. ഇല്ലെങ്കിൽ എന്റെ വായി വരുന്നത് ഞാൻ വിളിച്ചു പറയും, നിനക്കത് പിന്നീട് നാണക്കേടാവുകയും ചെയ്യും. അല്ല ഒന്നും സമ്മതിക്കൂല. ഹലോ. സാറേ ഞാനാണേ ഉത്തമൻ. എന്താ ഉത്തമ? സാറും ആ ഉടുമ്പ് ദിവാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്താ? അല്ല സാറും അയാളും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ അത് പറ. പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവൻ പറയുന്നത് കേട്ടിട്ട് അത്ര ചെറിയ പ്രശ്നമൊന്നും അല്ലല്ലോ സാറേ. കാര്യം പറയൂ. ഞാൻ അവനെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് കണ്ടു. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയാണ് ഉത്തമനും മോനയുടെ സാറും തമ്മിൽ ഭയങ്കര അടുപ്പമല്ലേ, പുള്ളിക്കാരനോടൊന്ന് കരുതിയിരുന്നോളാൻ പറ എന്ന്. സാറേ എന്താണ് പ്രശ്നം? എന്താണെന്ന് വെച്ചാ എന്തായാലും സാറൊന്ന് ശ്രദ്ധിക്കണം. അവനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല കൈവെട്ട് കേസിന് കാൽവെട്ട് കേസിലും അവനുണ്ടായിരുന്നു. സാറേ ബാക്കിയുള്ളവരോട് കളിക്കുന്നത് പോലെ അവനോട് കളിക്കുന്നത് നല്ലതിനല്ല. എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കാൻ നോക്കുന്നതാണ് നല്ലത്. വെറുതെ എന്നോട് കളിക്കാമെന്ന് അറിയും. ഞാൻ ഒരു വില്ലേജറാ, അതൊന്നും പറയണ്ട. അവന് വില്ലേജറായാലെന്ത് മന്ത്രിയായാലെന്ത് അതെല്ലാം പുല്ല ആണോ? മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവന് എന്തോന്ന് പോവാ സാറേ. സാറേ എന്തോ? ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ആണോ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. ഹലോ ഹലോ. ഞാൻ പോയി. ഇതാ പേപ്പർ. ശിശുപാല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ റിപ്പോർട്ട് നാളെ തന്നെ കൊടുക്കണമെന്ന് തഹസിൽദാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാം സാർ. സാർ ആ ദിവാരൻ വന്നിരുന്നു. ഏത് ദിവാരൻ? ഉടുമ്പ് ദിവാരൻ. സാറ് അവനെതിരെ പോലീസിൽ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ദിവാറിനോട് കളിച്ചാൽ വിവരം അറിയും. 2 ദിവസത്തിനുള്ളിൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ സാറിനെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേ? അങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കുന്ന ആരും കരുതണ്ട. പഴയ ദിവാരം അടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ തെറ്റ് എന്റെ സാറേ, ദിവാറിന്റെ സ്വഭാവം സാറിന് അറിയാഞ്ഞിട്ടാ. എന്താ? എത്ര കേസിലെ പ്രതിയാ അവനെന്ന് അറിയാവോ? പോലീസുകാർ അവനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയില്ലേ? ഇതുവരെ പിടികിട്ടിയോ? കൈയും കാലും വെട്ടുന്നതാ ദിവാകരന്റെ രീതി. അത്ര 7-8 കേസുകളുണ്ട് സാർ. അയ്യോ, അല്ല ഞാൻ ഒരു വില്ലേജറാ.
വില്ലേജ് ഓഫീസർ അല്ല, റവന്യൂ മന്ത്രി വന്നാല് അവനൊരു പ്രശ്നമില്ല സാറേ. സപ്ലൈ ഓഫീസിലെ ഏലിയസ് സാറിന്റെ ഇടത്തെ കൈവെട്ടി കേസിൽ ദിവാകരനാ പ്രതി. അത് മാത്രമല്ലല്ലോ, അവനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞ രാമൻകുട്ടി ചേട്ടന്റെ വലത്തേക്കാല് വെട്ടിയ മോനെ ഈ ദിവാകരൻ. ടൗണിലെ ചെരുപ്പ് കട നടത്തുന്ന വിജയനോട് കാശ് ചോദിച്ചിട്ട് കൊടുക്കാത്തന്നെ വിജയന്റെ കാല് തല്ലി ഓടിച്ചിട്ട് പോയത് ഈ ദിവാകരനാ. ആ പറഞ്ഞതാണ് സാറേ. സാറ് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ പേടിച്ച മനുഷ്യൻ ജീവിക്കാൻ പറ്റൂ? ദിവാകരനാ പേടിച്ചു പോകൂലേ? മര്യാദ വിളിച്ചെന്താ? ഞാൻ മര്യാദക്കാണ് വിളിച്ചത്. അല്ല, ഈ പേടിക്കുമ്പോ ദിവാകരൻ എന്ന് പറഞ്ഞ എന്തിനാ? ദിവാകരൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദിവസത്തെ ഉണ്ടാക്കുന്നവൻ സൂര്യൻ. സൂര്യന്റെ പേരെയാണ് ദിവാകരൻ. ഞാനൊരു വലിയ സൂര്യഭക്തനാണെന്ന് നിനക്കറിയാമല്ലോ. പേടിച്ചപ്പോ ദിവാകര സൂര്യഭഗവാനെ എന്ന് വിളിച്ചതാ. അത് ഇതുവരെയായിട്ടും കേൾക്കാത്തൊരു വിളിയാണല്ലോ മോനട്ടാ. സൂര്യഭഗവാൻ നേരിട്ട് വന്ന് കോളമ്പിലടിക്കുന്ന ഏർപ്പാടൊക്കെ തുടങ്ങിയ നീ നോക്ക്. എന്നെ അന്വേഷിച്ച് വന്ന ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അത് മോനോട്ട് അന്വേഷിച്ചേ. ഇൻഷുറൻസ് കമ്പനിയിലെ ദമയന്തി കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ എത്തി. എനിക്കൊരു ദമയന്തി കണ്ട ദാക്ഷായണി കണ്ട ഇമാതിരി വേറെ ഇവിടെ കയറി വന്നാൽ ഞാൻ കാല് തല്ലെടുക്കുന്നു പറഞ്ഞേ. കാല് തല്ലൊടിക്കാൻ മോനട്ടാരും ഉടുമ്പ് ദിവാകരൻ. അല്ല, നമ്മുടെ നാട്ടിൽ കൈവിട്ടും കാൽവിട്ടും ഒക്കെ തൊഴിലാക്കിയത് ദിവാകരനാണല്ലോ. അതോട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. ദമയന്തിയോട് എന്താ പറയേണ്ടത്? ദമയന്തിയോട് പറയാനുള്ള ഞാൻ പറഞ്ഞു. നമസ്കാരം സത്യഭാമ. നമസ്കാരം. ഞാൻ ദമയന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഹനോട് പറഞ്ഞിരുന്നു. പക്ഷേ മോഹനോട് അതിലൊരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആളൊരു പ്രത്യേക ടൈപ്പാ. എന്നാലും ഞാൻ സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ചിലപ്പോ ഞാൻ പറയുന്നത് ബോധ്യപ്പെട്ടാലോ? ദമയന്തിക്ക് മോഹനന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ വെട്ടൊന്ന് മുറിലുണ്ട് എന്നുള്ളതാണ് മോഹനന്റെ പ്രമാണം. ദമയന്തി ആയിരിക്കും വന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ എന്നോട് ദേഷ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ദമയന്തിയെ പറഞ്ഞു ഒഴിവാക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാ. അങ്ങനെയോടൊപ്പം ദമയന്തിക്ക് മോഹനേട്ടനെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെവിടെ നടക്കാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ സത്യഭാമേ. എന്തായാലും ഞാനിവിടെ വരെ വന്നില്ലേ. ദമയന്തിക്ക് നിർബന്ധമാണ് അത് നടക്കട്ടെ. പക്ഷെ മോഹനേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി, വാദിക്കിരിയ. ഹലോ. ശിശുപാലൻ ഞാനാ. മനസ്സിലായി സാർ. ഈ ശിശുപാലൻ ഇന്നലെ പറഞ്ഞൊക്കെ വാസ്തവാണോ? എന്ത് സാർ? ദിവാകരന്റെ കാര്യം. ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്? അവൻ ആഫീസിൽ വന്നു. സാറിനെ കൈ കിട്ടിയാൽ ശരിയാക്കുമെന്ന് അവൻ പറയുകയും ചെയ്തു. വേറൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത് കാര്യം? ഈ ദിവാകരന്റെ സ്വഭാവത്തിന്റെ കാര്യം. അതിനെന്താ സാറേ ചോദിക്കാനുള്ളത്? എന്താ? നാട്ടിൽ ആരോട് ചോദിച്ചാലും മതി, അവനെ പറ്റി പറയും. ആണോ? അവനോട് ആരെങ്കിലും ഉടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉടക്കിയവരുടെ കയ്യോ കാലോ അവൻ വെട്ടിയെടുത്തിട്ടുണ്ട്. സാറ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആണോ? മോനേട്ടാ, ഇത് എന്തോന്ന് മോഹനേട്ടാ ചുമ്മാ ഒന്ന് വിളിക്കുമ്പോഴേക്ക് ഈ ബഹളം ഉണ്ടാക്കുന്നേ? അങ്ങനെ ചുമ്മാ വിളിക്കുന്ന കാര്യം വന്നു ദിവാകരൻ. അയ്യോ അയ്യോ, ദമയന്തിയാ. ദിവാകരൻ ദിവാകരൻ എന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ രാവിലെ അതേ വരുന്നുള്ളൂ. മോഹനേട്ടൻ ദമയന്തിയെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നില്ല. സാറിനെ കണ്ടേ പറ്റൂന്ന്. മോഹനേട്ടൻ ഇൻഷുറൻസുകാരെ കാണുന്നേ കല്യാണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അവള് കേക്കണ്ടേ? എങ്ങനെ പറഞ്ഞു വിടുക? എന്ത്? എന്നെ കാണാനാണല്ലോ വന്നത്. അപ്പൊ പിന്നെ സംസാരിക്കാതിരിക്കുന്ന കാര്യമല്ലോ.
ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? എനിക്ക് തോന്നുന്നു ഞാൻ പറയും. ദമയന്തി എവിടെ? അവിടെ ഉണ്ട്. എന്നാ വാ സംസാരിക്കാം. ദമയന്തി, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കെ മോഹൻ സാർ, വില്ലേജ് ഓഫീസറാ. അറിയാം സാർ. സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒന്ന് കണ്ട് പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതാ സത്യഭാമ പറഞ്ഞിട്ടും പോകാതിരുന്നത്. സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ഒരുപാട് പോളിസി എന്റെ കയ്യിലുണ്ട്. ചെറിയൊരു തുക അടച്ചാൽ മതി, പെൻഷനാകുമ്പോൾ നല്ലൊരു തുക കൈവരും. അത് മാത്രമല്ല, മാസാമാസം പെൻഷൻ കിട്ടുന്ന പദ്ധതിയുമുണ്ട്. ഈ പെൻഷന്റെ കാര്യം വിടുവോ? അല്ലെ തന്നെ എനിക്കുള്ള പെൻഷൻ സർക്കാർ തരുമല്ലോ. വേറെന്തൊക്കെയാ ഉള്ളത്? അതായത് ഈ വല്ല അപകടം പറ്റുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാ? അതിനെ പറ്റി ധാരാളം സ്കീമുകളുണ്ട് സാർ. ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്താ നോക്കിക്കുന്നേ? വീട്ടിലൊരാൾ വരുമ്പോ ചായ പോലും കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? നീ പോയി ചായ എടുത്തുണ്ടോ? അയ്യോ, എനിക്ക് ചായ ഒന്നും വേണ്ട. ദമയന്തിക്ക് വേണ്ട വേണ്ട, എനിക്ക് ഏതായാലും ചായ വേണം. നീ പോയി ചായ എടുത്തുണ്ടോ? ദമയന്തി പോയിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. എനിക്ക് ചായ വേണ്ടത് ഇപ്പഴാ. ഒരു ചായ എടുക്കാൻ പറ്റൂല. ഒരിക്കലും ഇല്ലാത്തൊരു ചായ കുടി. സാർ, ഇപ്പൊ സാറിനൊരു അപകടം പറ്റിയെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് സാറിന്റെ വണ്ടി ഇടിച്ചു. അല്ല, എനിക്ക് വണ്ടിയില്ല. ശരി, വേറെ ആരുടെയെങ്കിലും വണ്ടി ഇടിച്ചു. സാറ് നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം. ആ അപകടത്തിൽ സാറ് മരിച്ചുപോയാൽ സത്യഭാമയ്ക്ക് 10 ലക്ഷം രൂപ കിട്ടും. അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റാൽ 5 ലക്ഷം രൂപ സാറിന് കിട്ടും. ഈ ഗുരുതരമായി പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ? അതായത് അപകടത്തിൽപ്പെട്ട് കാലോ കയ്യോ നഷ്ടപ്പെട്ടാൽ ആജീവനാന്ത കാലത്തേക്കുള്ള വൈകല്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലൊരു കാര്യമുണ്ടായാൽ 5 ലക്ഷം രൂപ കിട്ടും. അപകടത്തിൽപ്പെട്ടല്ലാതെ ഈ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കിൽപ്പെട്ടെങ്ങാനും കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയാലോ? അല്ലെ, ഞാനൊരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ശത്രു എന്നെ ആക്രമിക്കുമ്പോ എന്റെ കൈകാല നഷ്ടപ്പെട്ടു പോയാലോ? ഇൻഷുറൻസ് കിട്ടും. അപകടം എന്ന് പറഞ്ഞാൽ വാഹന അപകടം മാത്രമല്ല, ഏത് തരത്തിലുള്ള അപകടമായാലും. ഞാനേ സാറിനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ശരി സാർ, എന്തായാലും സാറിനെ വന്ന് കണ്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. ഞാൻ വൈകിട്ട് വരാം. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം പുറത്താരോടും പറയണ്ട. വേറൊന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിങ്ങി വരും. മാത്രമല്ല, ഇൻഷുറൻസ് വേണ്ട എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞവർക്കൊക്കെ എന്നോട് ദേഷ്യാവുകയും ചെയ്യും. ഞാൻ ആരോടും പറയില്ല സാർ. സത്യഭാമ വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞാൻ ഇറങ്ങട്ടെ. ചായ. പിന്നെ സത്യഭാമയല്ലേ പറഞ്ഞത് മോഹൻ സാർ ഭയങ്കര കടുംപിടുത്തക്കാരനാണ്, ഇൻഷുറൻസിനൊന്നും നിൽക്കില്ലെന്ന്. ദേ, ഇപ്പൊ സാറ് സമ്മതിച്ചെന്ന് മാത്രമല്ല, പോളിസിയുടെ പേപ്പറുമായിട്ട് വൈകിട്ട് വരാനും പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. അതെ, എന്താ സംഭവം? ദമയന്തി വരുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ എന്നെ ചീത്ത വിളിച്ച മോഹനേട്ടൻ കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ദമയന്തിയുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന്. ഇപ്പതാ പോളിസി എടുക്കാന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്താണ് കാര്യം? എന്താ പറയുന്നത്, ഓരോ സാഹചര്യങ്ങളിൽ ഓരോ തരത്തിലാണല്ലോ മനുഷ്യൻ സംസാരിക്കാറുള്ളത്. അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ല, ഞാൻ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ വേണ്ട. അതെ, മോഹനേട്ടന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം തലയ്ക്കല്ലോ, കൈക്ക് കാലല്ലേ.
കൈക്ക് കാലിൽ എന്താ പ്രശ്നം? പല പ്രശ്നം കാണും. നീ പോയി ഷർട്ട് കൊടുത്ത് വെച്ച് നോക്കി. അതൊക്കെ ഞാൻ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ചോദിച്ചോണ്ട് സമാധാനം മോഹനോട് പറ. എന്ത് മോഹന്റെ വട്ടായോന്ന്? ആ, ഇതിനു മുന്നേ പല പ്രാവശ്യം പലരും ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ മോഹനേട്ടൻ തല്ലാതെ വിട്ടത് അവരുടെ ഭാഗ്യം. ദമയന്തി വരുന്ന കാര്യം പറഞ്ഞപ്പോഴും മോഹനേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ദമയന്തി വന്നു കഴിഞ്ഞപ്പോ മോഹനേട്ടൻ സ്വഭാവം മാറി. ഇപ്പതാ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ? മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഞാൻ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം നിനക്ക് വൈകാതെ മനസ്സിലായിക്കോളും. അയ്യോ, ഇനിയും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചെന്റെ മനസ്സമാനങ്ങളെ പോയി ഷട്ടുമുണ്ട് തയ്ക്കാൻ നോക്ക്. അല്ല മോഹനേട്ടൻ, എനിക്ക് ആഫീസിൽ പോകുന്ന സമയമായി നീ ഷട്ടുമുണ്ട് തയ്ച്ചു നോക്കിയേ. മനുഷ്യയുടെ കൈ പോടാ കാല് പോടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈശ്വര. നമസ്കാരം. സാറും ദിവാകരനും തമ്പി എന്താ പ്രശ്നം? അവൻ രാവിലെ പുഷ്കറിന്റെ കടയിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. സാറിനെ വെറുതെ വിടില്ലെന്നാ പറഞ്ഞ. സാറേ, അവൻ ആള് മഹാപെശക, ഒന്ന് സൂക്ഷിച്ചോണേ. തീരുമാനമായി ചേട്ടാ. വഴിയിൽ വെച്ചെങ്ങാനും ദിവാകരന്റെ മുന്നിൽപ്പെട്ട ഏത് കൈയാണ് പോകുന്നത് അറിയില്ല. അയ്യോ, എന്തിനാ ഇവിടെ കൊണ്ടുവച്ചത് ഈ പോസ്റ്റർ? സാറെന്താ സാറേ ഇത്ര നേരത്തെ? മണി 9:30 ആയുള്ളൂ. ഒരു പ്രശ്നമുണ്ട്. എന്താ സാറേ? ഉടുമ്പ് ദിവാകരൻ ഏത് നിമിഷവും എന്നെ അന്വേഷിച്ച് ഇവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ചോര വീഴുന്നുള്ള കാര്യം ഉറപ്പായി. ശിശുപാല ഒരു കാര്യം ചെയ്യും, ആ പാത്രം കടച്ചേക്ക് ആര് വന്നാലും കാര്യം ചോദിച്ചാൽ അകത്തേറ്റി വിട്ടാൽ മതി. അങ്ങനെ പറ്റുമോ സാറേ? ഇതൊരു സർക്കാർ ഓഫീസല്ലേ? അതുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കയ്യോ കാലോ പോയ ആര് സമാനം പറയും? ശിശുപാല, ഞാനാണ് ഇവിടുത്തെ ഓഫീസർ. എന്ത് വില കൊടുത്ത് എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. കുടുംബ ദിവാകരനാണെങ്കിൽ ഞങ്ങൾ ആര് വിചാരിച്ചാലും സാറിനെ രക്ഷിക്കാൻ പറ്റില്ല. സാറിനെ രക്ഷിക്കാൻ നോക്കിയാൽ അവൻ ആദ്യം വെട്ടുന്നത് എന്റെ കയ്യോ കാലോ ആയിരിക്കും. സാറും അവനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്തിനാ സാറേ എന്റെ കൈയും കാലും വെട്ടിക്കളയുന്നു? ശിശുപാല, കെട്ടിയോളം 2 മക്കളും ജീവിക്കുന്നത് എന്റെ ശമ്പളം കൊണ്ടാ സാർ. എനിക്കെന്തെങ്കിലും പറ്റി അവര് പട്ടിണിയാവും. സാറിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബാങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. പിന്നെ സാറേ, ദിവാരം വന്ന അമ്മയുടെ ഞാൻ ഇറങ്ങി ഓടുവേ. ഹലോ. ആ, ശിശുപാല സാറേ, ഉത്തമനാണ്. മോഹനേട്ടൻ സാർ അങ്ങോട്ട് വന്ന. ഉത്തമനോ? വന്നു. സാറിപ്പോ ഓടി വന്ന് കയറിയതേ ഉള്ളൂ. ഓ, സാറൊന്ന് ഫോൺ കൊടുക്കോ. എന്താ സാറേ? സാറിനാ ഫോൺ. ഹലോ ഹലോ. സാറ് തന്നെ കണ്ടില്ലേ വഴിയിൽ വെച്ച്? എപ്പോ? സാറിനെ ഞാൻ കൊറേ വിളിച്ച്, പക്ഷെ സാറ് പെട്ടെന്ന് ഓടിക്കളഞ്ഞ്. സാർ എന്തിനു ഓടിയത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഉത്തമൻ എന്തിനാ വിളിച്ചപ്പോ? എന്റെ സാർ, ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അതെന്താ? നമ്മുടെ ദിവാരനെ പോലീസ് പൊക്കി. ഗുണ്ടാ നിയമപ്രകാരമാണ് അറസ്റ്റ്. ഇനി 6 മാസത്തേക്ക് പുറത്തിറങ്ങൂല. പോലീസിനെ വെട്ടിച്ച് മുങ്ങാൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. ബഷീർക്കാരെ കടയുടെ മുമ്പ് വെച്ച് പോലീസ് പിടിച്ചു, നല്ല ഇടിയും കൊടുത്തു. സാറേ, ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് സാറിനെ വിളിച്ചത്, പക്ഷെ സാർ എന്നെ കണ്ടത് ഒരൊറ്റ ഓട്ടം. ഒരു കാര്യം പറയാൻ വരുമ്പോ മുഴുവൻ പറഞ്ഞോളാം. അല്ല, പറഞ്ഞു പറഞ്ഞിട്ട് പോകരുത്. ഒന്നുമേ വെച്ചിട്ടുണ്ട് അഹങ്കാരി. നേരത്തെ പറഞ്ഞ ഞാൻ ഉടനെ എടുത്തോ.
ശിശുപാലൻ എന്താ പറഞ്ഞത്? ദിവാകരൻ വരുമ്പോ ഇറങ്ങി ഓടുന്നു. ദിവാകരൻ വരില്ല, അവനെ പോലീസ് പിടിച്ചു. ഓ ഭാഗ്യം. പക്ഷേ ശിശുപാല, നിങ്ങളൊക്കെ മനസ്സിരിപ്പെന്നാണ് എനിക്ക് പിടികിട്ടി. ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അഹങ്കാരി, ആപത്തിൽ സഹായിക്കാത്തവൻ. ഹലോ, അതെ. ആ, മോഹനയുടെ എത്തിയിട്ടില്ല. വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? അയ്യോ, അതിനെന്താ, സാധാരണഗതിയിൽ 5:30 മുന്നേ എത്തുന്നതാണ്. ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ മാത്രമേ വൈകാറുള്ളൂ. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഓ ശരി. വരുന്നുണ്ടല്ലോ. രാവിലത്തെ ഭ്രാന്തൊക്കെ മാറിയോ? അല്ല, രാവിലെ എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയാ ചെയ്തതെന്ന് മോഹനേട്ടൻ വല്ല ഓർമ്മയുണ്ടോ? ഞാൻ സത്യമായിട്ടും കരുതി മോഹനേട്ടന് ഭ്രാന്തായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യർ ചില പ്രത്യേക രീതിയിൽ പെരുമാറും. എന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ പ്രത്യേക സാഹചര്യമൊക്കെ മാറിയോ? അത് രാവിലെ തന്നെ മാറിയല്ലോ. പിന്നെ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? ആ, ദമയന്തി ഇപ്പൊ വരും. ദമയന്തിയോ? ഏത് ദമയന്തി? മോഹനേട്ടനല്ലേ രാവിലെ ദമയന്തിയോട് വൈകിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. മോഹനേട്ടൻ വന്നോന്ന് ചോദിച്ചു. പോലീസ് എടുക്കാൻ എന്റെ കൈ കാശൊന്നുമില്ല. 10 ഞാൻ കൊടുക്കില്ല. കൊടുക്കുന്ന മോഹനേട്ടനല്ലേ രാവിലെ പറഞ്ഞത്? അതപ്പോഴല്ലേ, അതിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്ന് വെച്ചാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സാഹചര്യത്തിൽ പെരുമാറുന്ന പോലെയല്ല മനുഷ്യന് വേറൊരു സാഹചര്യത്തിൽ പെരുമാറുന്നത് എന്ന്. എനിക്ക് മനസ്സിലായില്ല. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. നീ ദമയന്തി വിളിച്ച് 2 ആഴ്ച കഴിഞ്ഞ് വന്നാവെന്ന് പറയും. അതുവരെ ഞാൻ ഭയങ്കര തിരക്കായിരിക്കുന്നു പറയും. 2 ആഴ്ച എന്ത് തിരക്ക്? എന്ത് വേണമെങ്കിലും പറയേ. 2 ആഴ്ച എവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. 2 ആഴ്ച കഴിയുമ്പോഴോ? അത് കഴിയുമ്പോഴല്ലേ, അതാ നേരെ നോക്കാം. പിന്നെ ഇതിനാണ് രാവിലെ ഈ വേഷഘട്ടത്തിൽ മുഴുവൻ കാണിച്ചത്? അടിക്കുമ്പോ മനുഷ്യൻ പലതും ചെയ്യും. അത് പിന്നെ പറഞ്ഞ കാര്യമില്ല. നിനക്ക് ചായ തരാൻ പറ്റൂ? ഒരു ചായ തരാൻ പറ്റൂ? എന്നാ വേഗം എടുക്ക്. ജീവാപായം വരുമെന്ന് തോന്നുമ്പോൾ മനുഷ്യൻ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുമെന്നതിന് തെളിവാണ് വില്ലേജ് ഓഫീസറുടെ പരാക്രമങ്ങൾ. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയ നിലയ്ക്ക് ഇനി ദമയന്തിയെ എങ്ങനെയെങ്കിലും മോഹനകൃഷ്ണൻ ഒഴിവാക്കിക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.